هكذا قيم النجاة تحثني فأخوض فيها للنجاة نزاع هي هكذا قيم النجاة تحثني فأخوض فيها للنجاة نزالا لا تسأل المقدام عن سبل العلا فتراه طيرا بالعزيمة جاء أسمو وأمتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി മഴ തോർന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പക്ഷേ മഴ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അസ്മാ ഉൽ ഹുസ്ന ജേർണലിംഗ് ചെയ്യാം. അസ്മാ ഉൽ ഹുസ്നയിലെ 47ാമത്തെ ഇസ്മാണ് അൽ ഹക്കീമു എന്ന ഇസ്മ്. യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ് ചൊല്ലുന്ന ആളുകൾ യുക്തിപൂർവം പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് പ്രിയങ്കരനും ആയിത്തീരും. ഇത് ധാരാളം ചൊല്ലുന്നവർക്ക് അപകടങ്ങളെ തൊട്ട് കാക്കപ്പെടും. അപ്പോൾ ഇതാണ് 47ാമത്തെ ഇസ്മ്. ഇനി നമുക്ക് 48ാമത്തെ ഇസ്മ് നോക്കാം. 48ാമത്തെ ഇസ്മാണ് അൽ വദൂദു, സ്നേഹനിധിയായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. അതുപോലെ 1000 തവണ ഈ ഇസ്മ് ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കും. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും ആകും. ഇനി 49ാമത്തെ ഇസ്മ് അൽ മജീദു, മഹത്വമുള്ളവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് പതിവായി ചൊല്ലുന്നവർ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ടവരാകും. ഉന്നതിയും ഉയർച്ചയും ആത്മശുദ്ധിയും ഒക്കെ ലഭിക്കും. പിന്നെ വെള്ളപ്പാണ്ട് രോഗി അയ്യാമുൽ ബീവിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഇസ്മ് ധാരാളമായി ചൊല്ലിയാൽ അവൻ്റെ രോഗം സുഖപ്പെടും എന്നാണ് പറയുന്നത്. 50ാമത്തെ ഇസ്മാണ് അൽ ബാഇസു, പുനരുജ്ജീവിപ്പിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് ചൊല്ലുന്നവരുടെ ഹൃദയം പ്രകാശിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോട്ടൽ 50 ഇസ്മുകൾ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിനെ പറ്റിയിട്ടുള്ള ബുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ റേറ്റ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. 550 രൂപയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഞാനിത് ഷോപ്പിൽ നിന്നും വാങ്ങിയതല്ല, എൻ്റെ അനിയത്തി ഓൺലൈനായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറാട്ടയും മുട്ടക്കറിയായിരുന്നു. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ റോസ്മേരി ലീവ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. റോസ്മേരി ലീവ്സ് നമ്മളെ ഹെയർ ഗ്രോത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിലും ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് കണ്ടില്ലേ, ഇങ്ങനെ കോമ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഈ ബോട്ടിൽ ഓർഡർ കൊടുക്കുന്ന സമയത്ത് പിക്കിൽ കാണുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബോട്ടിലായിരുന്നു. പക്ഷെ കൊടുന്നപ്പോൾ ഒരു മീഡിയം സൈസേ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇനി ഞാനിത് വെച്ചിട്ടൊരു ഹെയർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ മുടി നല്ല നീളമുണ്ട്, പക്ഷെ തീരെ ഉള്ളില്ല കേട്ടോ. ആകെ കൊഴിഞ്ഞു പോയിട്ട്. അപ്പോഴാണ് എൻ്റെ അനിയത്തി ഇങ്ങനൊരു റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അവൾ യൂസ് ചെയ്തിട്ട് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ ഹെയറിൽ നല്ല അമേസിങ് റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടോണർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റോസ്മേരി ലീവ്സ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂണ് റോസ്മേരി, അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അളവ്.
നമ്മളിതിൻ്റെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും. അത് ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ, അമിതമായാൽ എന്തും ആപത്താണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ. ഇനി ബാക്കിയുള്ള ഈ റോസ്മേരി ലീവ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റ് 50 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ റോസ്മേരി വാട്ടർ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെതാ നമ്മളിതൊരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന വരെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കൂടുതൽ നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് റോസ്മേരി ലീവ്സ്. ഇത് നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ തടയും. പിന്നെ നമ്മളെ മെമ്മറി പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. വളരെ സേഫും ഈസിയും ആയിട്ടുള്ള മെത്തേഡാണ് റോസ്മേരി വാട്ടർ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. റോസ്മേരി ഓയിലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കൂടുതൽ എഫക്റ്റീവ് റോസ്മേരി വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇത് ഞാനൊരു 4 മണിക്കൂറോളം അതേ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അരിച്ചിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ദിവസവും 2 നേരം യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ രാത്രി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. നമ്മളെ സ്കിന്ന് കെയർ ചെയ്യുന്ന പോലെ ഹെയറും കെയർ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ടോണർ. ഇത് നമുക്ക് നമ്മളെ തലയിൽ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിലാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മളെ തലയിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് പേഴ്സണലി സ്പ്രേ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ഇങ്ങനത്തെ ഒരു കോമ്പ് വരുന്ന ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.